നമുക്കൊരു അടിപൊളി ഏത്തപ്പഴം സ്റ്റൂ ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ നമുക്ക് ആദ്യം ഇച്ചിരി വെള്ളം ഒഴിക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഏലക്ക ജീരകം കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി, നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ വെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് തേങ്ങേൻ്റെ 2ാം പാൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് നമ്മൾ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ചെറിയ 1 ടീസ്പൂൺ അളവിലുള്ള നമ്മൾ അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1ാം പാലാണ്. പഴം നന്നായി വെന്തതിന് ശേഷം തേങ്ങയുടെ 1ാം പാലും കൂടി ഒഴിച്ച് കൊടുത്തു. കുറുക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കഴിക്കാനായിട്ട്. വെറുതെ കഴിക്കാനും രസമാണ്, അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ബനാന സ്റ്റൂ ഇതുവരെ ട്രൈ ചെയ്യാത്ത